കൃത്യം 138 വർഷങ്ങൾക്ക് മുമ്പ് 1886 മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അണക്കെട്ടിന്റെ രൂപകൽപ്പന ആരംഭിക്കുന്നത്. അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ്, ഇന്നത്തെ തമിഴ്നാടാണ്, പക്ഷെ ബ്രിട്ടന്റെ കീഴിലുള്ള നമ്മുടെ മലബാറൊക്കെ അടക്കമുള്ള മദ്രാസ് സ്റ്റേറ്റ് അവരുടെ സാമന്ത രാജ്യമായ തിരുവിതാംകൂറിനെ കൊണ്ട് നിർബന്ധിതമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ്. പലരും ധരിക്കുന്നത് പോലെ മുല്ലപ്പെരിയാറിൽ ഒരു വെള്ളം കൊടുക്കാനുള്ള കരാറല്ല, ഒരു ഭൂമി പാട്ടത്തിന് കൊടുക്കാനുള്ള കരാർ. 999 വർഷത്തേക്ക് കേരളത്തിന്റെ ഏതാണ്ട് 900 ഏക്കർ വരുന്ന ഭൂമി ഈ മദ്രാസ് സ്റ്റേറ്റിന് കൊടുക്കുകയും അവിടെ അവർ അണകെട്ടി തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ 6 ജില്ലകളിലേക്ക് കൃഷിക്ക് ആവശ്യമായ വെള്ളം കൊടുക്കുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. ഈ അണക്കെട്ട് നിർമ്മിക്കുമ്പോൾ തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് വലിയ മടി കാണിച്ചിരുന്നു. എന്റെ രക്തത്തിലാണ് ഞാൻ ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞു. ഫെനിക്കോക്ക് എന്ന് പറയുന്ന ഈ അണക്കെട്ട് നിർമ്മിച്ചയാൾ, അയാളും വലിയ ബുദ്ധിമുട്ടിലായി. എങ്ങനെയും അണക്കെട്ട് നിർമ്മിച്ചേ പറ്റൂ എന്ന വാശിയിൽ സ്വന്തം ഭാര്യയുടെ പണ്ടം പോലും പണയം വെച്ചാണ്, അല്ലെങ്കിൽ വിറ്റിട്ടാണ് അദ്ദേഹം ഈ അണക്കെട്ടിന് പണം ഉണ്ടാക്കിയത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ, സ്വാതന്ത്ര്യപൂർവമായ ഒരു കരാറാണ് മുല്ലപ്പെരിയാറിൻ്റെത് എന്ന് നമുക്കറിയാം. സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് അപ്പോൾ നിലവിലുള്ള കരാറുകൾ, അത് അന്താരാഷ്ട്ര കരാറാണെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള കരാറാണെങ്കിലും അന്ന് സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടില്ല. ആ കരാറുകൾ ഇരു പാർട്ടികൾക്കും ആവശ്യമെങ്കിൽ പുതുക്കാം എന്നൊരു വ്യവസ്ഥയുണ്ടായി. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ ഏതാണ്ട് 1972 വരെ, 1970കൾ വരെ കേരളം ഇക്കാര്യം ആലോചിച്ചതുപോലുമില്ല. ആരും ആലോചിച്ചില്ല. 999 വർഷത്തേക്കുള്ള കരാർ എന്നതുകൊണ്ട് തമിഴ്നാടിന് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഏതായാലും 70കളിൽ കേരളം ആ കരാർ അതുപോലെ തന്നെ പുതുക്കി കൊടുത്തു. ചെറിയൊരു വ്യത്യാസം, വാടകയിൽ ചെറിയൊരു വർധനവും, ഭൂമിയുടെ, അതുപോലെ വൈദ്യുതി ഉണ്ടാക്കാൻ അവരുണ്ടാക്കിയ പദ്ധതികളുടെ വൈദ്യുതിയുടെ നേരിയ ഒരു വിലയും, ചെറിയ പൈസകൾ എന്ന് നമുക്ക് പറയാം, ആണ് മുല്ലപ്പെരിയാറിന് നിശ്ചയിച്ചത്. ഏതായാലും അതങ്ങനെ തുടർന്നു. 1970കളുടെ അവസാനമായപ്പോഴേക്കും മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയാണ് എന്ന് കേരളത്തിൽ പലർക്കും തോന്നി. അങ്ങനെ വലിയ ചർച്ചകൾ നടന്നു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ വിദഗ്ധർ മുല്ലപ്പെരിയാർ പരിശോധിക്കുകയും 152 അടി പരമാവധി ലെവൽ എന്ന് പറയാവുന്ന മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് പരമാവധി 136 അടിയാക്കി കുറയ്ക്കുകയുമാണ് അന്ന് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 1979 136 അടിയാക്കി കുറയ്ക്കണം. അത് സുരക്ഷാ കാരണങ്ങളാലാണ് അന്ന് തീരുമാനിച്ചത്. പിന്നീട് കേരളവും ഇതിനെപ്പറ്റി കാര്യമായി ചിന്തിച്ചില്ല. ഇപ്പോൾ കേരളത്തിൽ ഈ ബഹളമൊക്കെ കാണിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അന്ന് ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ചില്ല. അതുപോട്ടെ. പക്ഷേ 90കളുടെ അവസാനമായപ്പോൾ തമിഴ്നാട് മറ്റൊരാവശ്യവുമായി മുന്നോട്ട് വന്നു. ആവശ്യം ഇതാണ്: 136 എന്നത് 142 അടിയാക്കി ഉയർത്തണം. ഡാമിൽ കൂടുതൽ സംഭരണ ശേഷി വേണം. അങ്ങനെ 142 അടിയാക്കി ഉയർത്തണം എന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് 2006. അവിടുന്നാണ് കേരളത്തിൽ ഇത് സംബന്ധിച്ച ചൂടായ ചർച്ചകൾ നടക്കുന്നത്. കേരളം അതിനെതിരായി ഒരു നിയമമുണ്ടാക്കി. ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറയാവുന്ന, ആ പേരിൽ പറയാവുന്ന കേരളത്തിലെ ജലസേചനവുമായി ബന്ധപ്പെട്ട ഒരു നിയമം. പക്ഷെ ആ നിയമം പഴക്കമുള്ള ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് അതിനുണ്ടായിരുന്നത്. ആ നിയമവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി അത് റദ്ദാക്കി. കാരണം ഒരു സുപ്രീം കോടതി വിധി മറികടക്കാൻ ഒരു സംസ്ഥാന നിയമസഭ ഉണ്ടാക്കുന്ന നിയമം നിലനിൽക്കില്ല. അതാണ് അന്ന് പറഞ്ഞ കാര്യം. ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ വിഷയം ഉന്നയിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളൊന്നുമല്ല. മുല്ലപ്പെരിയാറിനും ഇടുക്കിക്കും ഇടയിലുള്ള 4 പഞ്ചായത്തുകൾ, അവിടെയുള്ള പഞ്ചായത്തുകളുടെ ജനങ്ങൾ അവിടുത്തെ ചപ്പാത്തിൽ ഒരു സമരം ആരംഭിക്കുന്നു. 2006 ക്രിസ്മസ് ദിനത്തിനാണ് ആ സമരം ആരംഭിക്കുന്നത്. ആ സമരം അന്ന് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ അതിനുണ്ടായി. അന്ന് അവർ ഉന്നയിച്ച ഒരാവശ്യം പുതിയ ഡാം, പുതിയ കരാർ എന്നായി. ആ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അന്ന് എൻ്റെ ആശങ്ക പറഞ്ഞു. പുതിയ ഡാം എന്നത് സാധ്യമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാനിത് പറയുന്ന ഏതാണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാനത് എഴുതുകയും ചെയ്തു. പുതിയ ഡാം അസാധ്യമായ ഒരു കാര്യമാണ്. അതിന് പല കാരണങ്ങളും, നിയമപരമായ കാരണങ്ങളുണ്ട്. പുതിയ ഡാം എന്ന് പറഞ്ഞാൽ പഴയ ഡാം പുതുക്കുകയല്ല, ആ പുതിയ ഡാമിന് പുറത്ത് നമ്മളൊരു ഡാം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഡാം ഉണ്ടാക്കിയാൽ അത് കേരളത്തിന്റെ ഭൂമിയിലാണ്, പാട്ടത്തിന് കൊടുത്ത ഭൂമിയിലല്ല. പാട്ടത്തിന് കൊടുത്ത ഭൂമിക്ക് പുറത്ത് ഡാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. കാരണം ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേറൊരു ഡാം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പുറത്ത് അതും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഡാമേ ഉണ്ടാക്കാൻ കഴിയും. അത് പ്രായോഗികം. അങ്ങനെ ഡാം ഉണ്ടാക്കണമെങ്കിൽ പുതിയ കരാർ ഉണ്ടായിരിക്കണം. അതിന് തമിഴ്നാട് തയ്യാറാകുന്നു എന്നത് ഒരു ചോദ്യം. അത് വേറൊരു പ്രശ്നമാണ്. മാത്രമല്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയാൽ ഇപ്പോ കഴിഞ്ഞ 120, 130 വർഷം അല്ലെ പിന്നിട്ടുള്ളൂ. ബാക്കി 800, 850, 860 വർഷത്തെ ഇതുകൂടി കണക്കിലെടുത്ത് 860 വർഷത്തേക്ക് ഒരു ഡാം ഉണ്ടാക്കി കൊടുക്കാൻ കേരളത്തിന് പറ്റും. അങ്ങനെ ഒരു ഡാം ആധുനിക കാലത്ത് നമുക്ക് നിർമ്മിക്കാൻ കഴിയും? അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സമ്മതിക്കില്ല. ഇതിന്റെ വർഷം നമ്മൾ കുറയ്ക്കേണ്ടി വരും. 50, 60, 100 വർഷമാക്കി കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറച്ചാൽ തമിഴ്നാടിന് 700, 800 വർഷം കുറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജലസാക്ഷരതയിൽ നമ്മേക്കാൾ വളരെ മുന്നിലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ ആവശ്യം കൃഷിയാണ്, മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. കൃഷി അവരുടെ ജീവിത മാർഗമാണ്. മലയാളിക്ക് കൃഷി ഏതാണ്ട് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളവും മണ്ണും ഒന്നും നമുക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ തമിഴ്നാട്ടുകാർക്ക് അതല്ല. അവരാണ് നമുക്കുള്ള പച്ചക്കറിയും അരിയും ഒക്കെ തരുന്നത് നമുക്കറിയാം. അവരുടെ കൃഷിയാണ് നമ്മുടെ വിശപ്പടക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി പ്രധാന വരുമാന മാർഗമായ ഒരു ജനത, അവരുടെ ഇച്ഛ ഒരിക്കലും അവരുടെ കൃഷിക്ക് നാശം വരുന്ന രൂപത്തിൽ വെള്ളം കിട്ടാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ കരാറിൽ ഒരു വർഷം പോലും കുറയ്ക്കാൻ തമിഴ്നാട് തയ്യാറാകില്ല. സ്വാഭാവികവുമാണ്, ഒരു കരാറാണ്. നമ്മൾ 1970കളിൽ പുതുക്കി കൊടുത്ത കരാറാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ചർച്ച ആവശ്യമില്ല. അതുകൊണ്ട് നടക്കില്ല. രണ്ടാമത്തെ വിഷയം സാങ്കേതികമാണ്. ഈ ഡാം കെട്ടേണ്ടത് നമുക്ക് വളരെ താഴേക്കാണ്. അങ്ങനെ കെട്ടുമ്പോൾ മുല്ലപ്പെരിയാർ വളരെ ഉയരത്തിലാണ്. ആ മലയുടെ താഴെയാണ് ഡാം കെട്ടേണ്ടത്. ആ ഡാമിന് എത്ര ഉയരമുണ്ടാകണം എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴുള്ള ഉയരമെങ്കിലും ടോട്ടൽ ഉയരത്തിൽ അത് നിർത്തണം. അങ്ങനെ വന്നാൽ 300, 400 അതിൽ കൂടുതലോ അടി ഉയരം കൂടുതൽ ഈ ഡാമിനുണ്ടാവും. ഇപ്പൊ 155 അടിയുള്ള ഡാം നമുക്കൊരു 500, 600 അടി, അറിയില്ല കൃത്യമായി, വന്നാൽ ഉയരമുള്ള ഒരു ഡാം കെട്ടേണ്ടി വരും. അതിന് അനുസരിച്ചുള്ള അതിനുള്ള വീതി വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഏക്കർ കേരളത്തിന്റെ വനഭൂമി അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നുള്ള ഒരു പ്രശ്നം. അതിനേക്കാൾ പ്രശ്നം ഈ കരാർ പുതിയ കരാറല്ല എങ്കിൽ നമുക്ക് ഓരോ 100 വർഷം കഴിയുമ്പോഴും പുതിയ ഡാം കെട്ടേണ്ടി വരും. ഇത് സാങ്കേതികമായ ഒരു പ്രശ്നം. മൂന്നാമത്തേത് പാരിസ്ഥിതിക പ്രശ്നമാണ്. പെരിയാർ ടൈഗർ റിസർവിലാണ് നിങ്ങൾ ഡാം കെട്ടാൻ പോകുന്നത്. പെരിയാർ ടൈഗർ റിസർവ് ഇത്രയധികം മുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് ഇന്നത്തെ ഒരു പാരിസ്ഥിതിക നിയമം അനുസരിച്ചും നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അനുമതി വേണം. വനഭൂമിയിൽ 1 ഇഞ്ച് വനഭൂമി വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അനുമതി വേണം. അത് കിട്ടാൻ വളരെ വലിയ സാധ്യതയൊന്നുമില്ല. നാലാമത്തെ വിഷയം ഇതിന്റെ സാമ്പത്തികമാണ്, പിന്നെ രാഷ്ട്രീയവും. കേരളം എന്തിനാണ് ഒരു ഡാം ഉണ്ടാക്കുന്നത്? ഇത്ര പണം ചെലവാക്കി കേരളം എന്തിനാണ് നമ്മുടെ വനം നശിപ്പിച്ച ഒരു ഡാം ഉണ്ടാക്കുന്നത്? ഡാമിന്റെ ആവശ്യം ആർക്കാണ്? തമിഴ്നാട് ഉണ്ടാക്കിയ ഡാം അത് പൊളിയോ പൊളിയാതിരിക്കുകയോ ചെയ്തിട്ട് തമിഴ്നാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി പണം മുടക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിനില്ല. അവിടെയാണ് കളിച്ചത്. കേരളത്തിലെ 44 ലക്ഷം ആളുകളുടെ ജീവൻ ഇപ്പൊ നശിക്കും, അതുകൊണ്ട് പുതിയ ഡാം കെട്ടണം എന്ന രൂപത്തിൽ ഈ വിഷയം രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കുകയാണ്. 2011 വരെ നമ്മൾ ഉറങ്ങി. ആ സമയത്തൊക്കെ സുപ്രീം കോടതിയിൽ പല കേസുകൾ നടക്കുന്നുണ്ട്. 2011 പെട്ടെന്ന് അന്നത്തെ ജലസേചന മന്ത്രി PJ ജോസഫിന് രാത്രിയിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നതും അദ്ദേഹത്തിന്റെ ആകെ തകരുന്നതും മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നതും അതിന്റെ പേരിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ആകെ ഇളകി മറിയുകയും കേരളം ആകെ ഇളകി മറിയുകയും ഉടനെ പുതിയ ഡാമിന് അനുമതി വേണം എന്നാവശ്യപ്പെടുകയും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഏതാണ്ട് യുദ്ധസമാനമായ ഒരു അവസ്ഥയിലെത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ എത്തുമ്പോൾ തീർച്ചയായും അത് എല്ലാവരും ഏറ്റെടുത്തു. കാരണം കേരളത്തിൽ അങ്ങനെയാണ്, മാധ്യമങ്ങൾ ഒരു കാര്യം പൊക്കിക്കൊണ്ടുവന്നാൽ എല്ലാവരും അതിന്റെ പിന്നാലെ പോകും. രാഷ്ട്രീയ കക്ഷികൾ, ഭരണ പ്രതിപക്ഷങ്ങൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഒക്കെ സത്യാഗ്രഹം വരുന്നു ആ പന്തലിൽ. ഞാൻ ഉദ്ഘാടനം ചെയ്തൊരു പന്തൽ, അല്പം വലുതാക്കിയ സ്ഥലത്ത് തന്നെയാണ് ആ പന്തൽ. അന്ന് ആ പന്തൽ നടത്തുന്നവരോട് ഞാൻ നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ഞാനിപ്പോൾ ആ പന്തലിലേക്ക് വരുന്നില്ല. കാരണം ഈ ബഹളം ഇപ്പൊ തീരും. മുല്ലപ്പെരിയാർ ഇന്ന് രാവിലെ ഉണ്ടായൊരു വിഷയമല്ലല്ലോ. ഇതിന് ശാസ്ത്രീയമായ പരിഹാരം ഇവരുടെ ആരുടെയും കയ്യിലില്ല. അതുകൊണ്ട് ഇത് എവിടെയും സമരം എത്താൻ പോകുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത്, ഇന്നത്തെ മുഖ്യമന്ത്രി
അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും രണ്ടറ്റത്ത് നിന്നുകൊണ്ട് മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ ഒരു മനുഷ്യച്ചങ്ങലയുണ്ടാക്കി. എന്തിനാ? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കൊച്ചി അടക്കം തകർന്നു. അദ്ദേഹമാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല, ഞാൻ സ്വാഭാവികമാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല. പ്രതിപക്ഷത്തിൽ നിന്ന് പറയുന്ന പോലെയല്ലല്ലോ ഭരണപക്ഷത്ത് വരുമ്പോൾ. മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് പൊട്ടും എന്നും പൊട്ടില്ല എന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പൊട്ടും എന്ന് അദ്ദേഹം എങ്ങനെ പറയും? അപ്പൊ സുപ്രീം കോടതി പൊട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോ അന്നത്തെ വലിയ ബഹളമൊക്കെ കഴിഞ്ഞു, എല്ലാവരും കളം വിട്ടുപോയി. അത് കഴിഞ്ഞ് 13 വർഷം കഴിയുന്നു. ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്ക ഈ ഉരുൾപൊട്ടലുകളും വലിയ മഴയും ഒക്കെ വന്നപ്പോൾ കൂടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളം ഇക്കാര്യത്തിൽ ഒരു കാലത്തും ഗൗരവതരമായ ഒരു നീക്കം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് 142 അടിയാക്കണം എന്നാവശ്യപ്പെടുമ്പോൾ കേരളം 136 അടിയിൽ നിർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതിനർത്ഥം എന്താ? അതിനർത്ഥം 136 അടിയിൽ ഈ ഡാം സേഫ് ആണ് എന്ന് കേരളം സമ്മതിക്കുന്നു എന്നതാണ്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് കേരളം ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടത് ഇത്രയും പഴക്കമുള്ള അണക്കെട്ടുകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഡീകമ്മീഷൻ ചെയ്യുകയാണ്. ഡീകമ്മീഷൻ ചെയ്യാൻ ഡാം പൊളിച്ചു കളയാന്നല്ല, ചിലർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഡാമിലെ ജലനിരപ്പ് പടിയായി താഴ്ത്തിക്കൊണ്ടുവരിക എന്നതാണ് ഡീകമ്മീഷൻ. എന്നിട്ട് ഒരു സേഫ് ലെവലിൽ വന്ന് അത് നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഡാം അൺസേഫ് ആയാലും പൊട്ടിയാലും ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ അതിന് കേരളം ആവശ്യപ്പെട്ടില്ല. അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ലാസ്റ്റ് വരാം. അപ്പോ കേരളം 136 അടി സേഫ് ആണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ട് 136 അടി സേഫ് ആയ ഒരു ഡാം 142 അടിയിൽ എങ്ങനെയാണ് സേഫ് അല്ലാണ്ടാവുക എന്ന് ചോദിച്ചാൽ അതിന് സാങ്കേതികമായ ഒരു മറുപടിയുമില്ല. ഇതിനിടയിൽ തമിഴ്നാട് ആ ഡാം ശക്തിപ്പെടുത്തുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. സുപ്രീം കോടതിയുടെ സാങ്കേതിക സമിതിയും ഒക്കെ ഇടപെട്ടു. ആ അർത്ഥത്തിൽ ഇപ്പോൾ പഴയ ഡാം അല്ല അവിടെയുള്ളത്. നമ്മൾ സുർക്കി ചുണ്ണാമ്പ് എന്നൊക്കെ പറയുന്നത് ഡാമൊന്നും അല്ല ഇപ്പോൾ. ഇപ്പൊ അവിടെ വലിയ തോതിൽ വയർ നെട്ടിടുകയും കോൺക്രീറ്റ് ഇറക്കുകയും ഒക്കെ ചെയ്ത് പല തൂണുകൾ പോലെ താഴേക്ക് ഇറക്കി അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു ഗ്രാവിറ്റി ഡാം എന്നുള്ള നിലയ്ക്ക് അത് അത്ര എളുപ്പത്തിൽ തകരില്ല. ഗ്രാവിറ്റി ഡാം തകരുന്നതിന് രണ്ട് കാരണങ്ങളാണ് സാങ്കേതികമായി പറയാവുന്നത്. അതിലൊന്ന് ഭൂചലനമാണ്. ഭൂചലനം ഉണ്ടായാൽ ഏത് ഡാമും പൊട്ടും, പ്രത്യേകിച്ച് ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമിന്റെ ബേസ് അത് വിടർന്നു പോയാൽ അത് പിന്നെ പുഴയാവും. അത് പിന്നെ വേറൊന്നും ചെയ്യാനില്ല, വെള്ളം മുഴുവൻ താഴേക്ക് ഒഴുകും. അതൊരു സാധ്യത. 2, അതിവർഷം വന്ന് ഡാം ഓവർഫ്ലോ ചെയ്യുമോ എന്ന ചോദ്യമാണ്. കേരളം 2 വിചിത്രമായ വാദങ്ങളാണ് അവിടെ ഉന്നയിച്ചത്. ഒന്ന്, ഡാം സേഫ്റ്റി അനുസരിച്ച് 6.5 റിച്ചർ സ്കെയിലിൽ കൂടുതൽ അവിടെ ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്നാണ് റൂർക്കി IITയുടെ പഠനവുമായി ബന്ധപ്പെട്ട് പഠനമായി കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു. ഒന്നാമത് ഏകപക്ഷീയമായ ഒരു പാർട്ടിയുടെ പഠനം ആരും അംഗീകരിക്കില്ല. കാരണം സുപ്രീം കോടതി നിയമിച്ച ഒരു സമിതിയല്ല. അതുപോലെ 70 സെന്റിമീറ്റർ മഴ ആവാഹ പ്രദേശത്ത് ഒരു ദിവസം പെയ്താൽ മുല്ലപ്പെരിയാർ ഡാം ഓവർഫ്ലോ ആകും. ഈ ചോദ്യം ഇത് വളരെ സിമ്പിളായി നേരിടാൻ അവർക്ക് കഴിയും. എന്താ കാര്യം? 6.5 റിച്ചർ സ്കെയിലിൽ ഇടുക്കിയിൽ ഒരു ഭൂചലനം ഉണ്ടായാൽ മുല്ലപ്പെരിയാറിന് മാത്രമാണോ അത് അപകടകരമാവുക? ചെറുതോണിയും കുളമാവും അടക്കം വമ്പൻ റിസർവോയറുകളുടെ ഡാമുകൾ നമ്മുടെ അവിടെ ഉണ്ട്. കല്ലാർകുട്ടിയുണ്ട്, ഇടമലയാറുണ്ട്. ഇതൊക്കെ ഇടുക്കി ജില്ലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വൈദ്യുതി ഉണ്ടാക്കുന്ന ഡാമുകളാണ്. അവിടെ അത് ഉയർന്ന സ്ഥലത്തേ പറ്റൂ. ഈ ഡാമുകൾ പൊട്ടില്ല എന്നതിന് എന്താണ് ഉറപ്പ്? കേരളത്തിന് മറുപടി ഉണ്ടായത്. അത് വിട്ടുപോയി. മറ്റൊരു കാര്യം പറഞ്ഞത് 1979 ഇത് താഴ്ത്തിയപ്പോൾ, ജലനിരപ്പ് താഴ്ത്തിയപ്പോൾ 6 അടിയിൽ വനമുണ്ടായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ചുറ്റും 6 അടി വെള്ളം കുറഞ്ഞല്ലോ. അപ്പൊ വനമുണ്ടായി, ആ വനം മുങ്ങിപ്പോകും എന്നാണ് കേരളത്തിന്റെ വാദം. അതും വളരെ വിചിത്രമായ വാദമാണ്. കാരണം എന്താ? കേരളത്തിന്റെ ആവശ്യം പുതിയ ഡാം വേണമെന്ന്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പെരിയാർ ടൈഗർ റിസർവിലെ ആയിരക്കണക്കിന് ഏക്കർ വനം നശിപ്പിച്ചിട്ട് ഡാം ഉണ്ടാക്കണമെന്ന് പറയുന്നവർ 1979 ശേഷമുള്ള 30-40 വർഷത്തെ പഴക്കമുള്ള ഒരു കാട് നശിച്ചു പോകും എന്ന് പറയുമ്പോൾ അതിനും വാലിഡിറ്റി ഇല്ല. ഒരു നിയമത്തിന് മുമ്പിൽ വാലിഡിറ്റി ഇല്ല. അതിനുവേണ്ടി ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചു. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് KT തോമസ്, തമിഴ്നാട്ടിൽ നിന്നൊരു മുൻ സുപ്രീം കോടതി ജഡ്ജിയും ഒക്കെ അടക്കമുള്ള സമിതി വെച്ചു. ആ സമിതി പഠിച്ചിട്ട് ഈ ഡാം സേഫ് ആണ് എന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. KT തോമസ് അടങ്ങിയ ആ സമിതിയുടെ റിപ്പോർട്ടാണ് സുപ്രീം കോടതി ആധികാരികമായി ശേഖരിച്ചത്. അത് വെച്ചിട്ടാണ് സുപ്രീം കോടതി മുമ്പോട്ട് പോയത്. ഇതിനിടയിൽ
പരിസ്ഥിതി പ്രവർത്തകർ അടക്കമുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് മുമ്പോട്ട് വെച്ചു. ആ ഓൾട്ടർനേറ്റീവ് എന്താണ്? തമിഴ്നാടിന് വെള്ളം കിട്ടണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ കേരളത്തിൽ അതിന്റെ സ്റ്റോറേജ് പാടില്ല. സ്റ്റോറേജ് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ അതിൽ എന്ത് ചെയ്യണം? കാവേരി കരാറിൽ, ട്രിബ്യൂണൽ കരാറിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട്. കർണാടക വെള്ളം കൊടുക്കും, തലക്കാവേരിയിൽ നിന്ന് വരുന്ന വെള്ളം. പക്ഷേ അതിന്റെ സ്റ്റോറേജ് തമിഴ്നാട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, വെള്ളം നിങ്ങൾക്ക് തരാം. ഇത് കേരളത്തിനും പറയാവുന്ന ഒരു വാദമാണ് സുപ്രീം കോടതി. എന്താ കാര്യം? കേരളത്തിന്റെ വ്യവസ്ഥ അനുസരിച്ചും ഇപ്പോഴത്തെ മഴയൊക്കെ അനുസരിച്ചും ഉരുൾപൊട്ടൽ അനുസരിച്ചും കേരളത്തിന് ആശങ്കയുണ്ട് മുല്ലപ്പെരിയാർ. സ്വാഭാവികമാണ്, അത് ആർക്കും ആശങ്ക ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ നിലനിൽപ്പ് താത്തി നിങ്ങൾ താഴെ വെള്ളം സ്റ്റോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ജലനിരപ്പ് താത്തി കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം തമിഴ്നാട് താഴെ സ്റ്റോർ ചെയ്യേണ്ടി വരും. നല്ല മഴയുള്ള കാലത്ത് വെള്ളം താഴേക്ക് പോവുക, അതവിടെ സ്റ്റോർ ചെയ്യുക, ഇതിന് ജലനിരപ്പ് താത്തുക. 104 അടിയിലേക്ക് ഇതിന് ജലനിരപ്പ് താഴ്ത്തിയാൽ ഈ ഡാം ഒരു കാരണവശാലും അപകടകരമല്ല. പിന്നെ അത് പൊട്ടിയാലും ഒന്നും സംഭവിച്ചാലും ഒന്നുമില്ല, കാരണം പിന്നെ മലയാണത്. അപ്പൊ അതുകൊണ്ട് 104 അടിയായാൽ അവരെങ്ങനെ വെള്ളം കൊണ്ടുപോകും? അവർ വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഇപ്പൊ 124 അടിയിൽ താഴെ വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല. അതിനായി മലയിൽ ഒരു ടണൽ ഉണ്ടാക്കും. ആ ടണൽ ഒരു വനത്തിന് കീഴിൽ പോലുമല്ല, ഒരു മലയുടെ രണ്ട് വശത്തുമാണ്. അതും ഒരു ജൈവ വൈവിധ്യ സാധ്യതയൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഈ ടണൽ പറയുന്നത്. നമ്മുടെ വയനാട് ടണൽ പോലെയൊന്നുമല്ല. ഈ ടണൽ വെള്ളം കൊണ്ടുപോകാനുള്ള ടണലാണ്. ഈ ടണൽ ഉണ്ടാക്കാമെന്നും അവർക്ക് വെള്ളം കൊണ്ടുപോകാമെന്നും 104 അടിയിൽ നിർത്താമെന്നുള്ള നിർദ്ദേശമാണ് ഞാനടക്കം ഞാനാണ് അതിൽ കർച്ചി ചേർന്ന് കൊടുത്തത്. വിദഗ്ധ സമിതിക്ക് കൊടുക്കുകയും വിദഗ്ധ സമിതി അംഗീകരിക്കുകയും സുപ്രീം കോടതിയുടെ 2014 വിധിയിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് വന്നിട്ടുണ്ട്. 2 സംസ്ഥാനങ്ങളും ആലോചിച്ച് അതിലൊരു തീരുമാനമെടുക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി. യഥാർത്ഥത്തിൽ ഇപ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നത്തിലുള്ള പരിഹാരം അതുമാത്രമാണ് ശാസ്ത്രീയമായി. പക്ഷേ ഇതിനൊരു തടസ്സമുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിന്റെ തടസ്സം തമിഴ്നാട് ഒരുപക്ഷെ സമ്മതിച്ചാലും, ഇപ്പോഴും നിലയ്ക്ക് ചിലപ്പോൾ തമിഴ്നാട് സമ്മതിക്കും. കാരണം എന്തെങ്കിലും ഈ ഡാമിന് സംഭവിച്ചാൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാകുമ്പോൾ തമിഴ്നാടിനാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് താഴേക്ക് എത്ര ഒഴുകി വരും എന്നുള്ള ചോദ്യമുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്ന് ഇടുക്കി എത്തുന്നവരെ 4 പഞ്ചായത്തുകളുണ്ട്, അയ്യപ്പൻ കോവിലടക്കം. ഈ 4 പഞ്ചായത്തുകളിൽ കുറച്ച് കുഴപ്പമുണ്ടാകും. മുല്ലപ്പെരിയാർ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അതിനെന്തെങ്കിലും തകരാറ് സംഭവിക്കുന്നെങ്കിൽ. സംഭവിക്കുന്നല്ല ഞാൻ പറയുന്നത്, സംഭവിക്കുന്നുവെങ്കിൽ. പക്ഷെ അത് ഒഴുകി വരുന്നത്, അത് വെള്ളം മാത്രമല്ല, കൂടെ ഒഴുകി വരുന്നത് നമ്മളിപ്പോ ഇതിൽ കണ്ടതാണ്. വെള്ളവും പാറയും മണ്ണും, വഴിയിൽ വീടുണ്ടെങ്കിൽ വീടും മനുഷ്യനും മരങ്ങളും എല്ലാം കൂടി ഒഴുകി എത്തുന്നത് ഇടുക്കിയിലാണ്. ഏതാണ്ട് 3-4 മണിക്കൂർ കൊണ്ട് ഇടുക്കിയിൽ അതെത്തുമ്പോൾ ഇടുക്കിയിൽ എത്ര വെള്ളമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പൊ ഇടുക്കിയിൽ, കാരണം മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഇടുക്കിയുടെ 1/5 മാത്രം സ്റ്റോറേജ് ഉള്ള ഒരു ഡാമാണ്. നിറഞ്ഞ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുമ്പോൾ ഒരു പക്ഷേ 5 എന്നുള്ളത് 4-1 വർദ്ധിച്ചേക്കാം. എന്ന് പറഞ്ഞാൽ 3/4 ഭാഗം ത്തിൽ താഴെയാണ് ഇടുക്കിയുടെ നിറവെങ്കിൽ ഒരുപക്ഷെ ഇടുക്കിയിൽ ഒരു അപകടം സംഭവിക്കാതെ മുല്ലപ്പെരിയാർ അവിടെ ഒന്ന് വീണേക്കാം. അതിന്റെ മറ്റു കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഞാൻ പോകുന്നില്ല. നേരെ മറിച്ച് ഇടുക്കി നിറഞ്ഞു കിടക്കുമ്പോഴാണ് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ അത് വേറൊരു സെനേറിയോ ആണ് നമ്മൾ ഭാവനയിൽ കാണുന്നത്. വരുമോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവർക്ക് വെള്ളമേ ഇല്ല. പുതിയൊരു ഡാം ഉണ്ടാക്കാൻ കേരളം സമ്മതിക്കണമെന്നില്ല, പുതിയൊരു ഡാം ഉണ്ടാക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ ഇക്കാര്യത്തിൽ റിസ്ക് ഉള്ളത് തമിഴ്നാടിനാണ്. അതുകൊണ്ടാണ് ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ, ഡീകമ്മീഷൻ ചെയ്യാത്തതിന്റെ പിന്നിൽ ഒരു കളി കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് 136 അടിയിൽ താഴെ ഡാം വരരുതെന്ന് നമ്മൾ പറയുന്നത്? അവിടെയാണ് ഈ 40 ലക്ഷം ആളുകളുടെ ജീവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആളുകളെ പേടിപ്പിച്ചിട്ട് പുതിയ ഡാം പണിയണമെന്ന് പറയുമ്പോഴും 136 അടിയിൽ താഴെ പോകണ്ട എന്ന് പറയുമ്പോഴുള്ള കാര്യം എന്താ? നമ്മളെല്ലാവരും കുമിളിയിൽ ടൂറിസത്തിന് പോയിട്ടുള്ളവരാ പലരും. കുമിളിയിൽ ബോട്ടിങ്ങിന് പോയിട്ട്, കുമിളിയിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് ബോട്ടാണ്. കുമിളിയിലെ ബോട്ട് ഓടുന്നത് മുല്ലപ്പെരിയാർ ഡാമിലാണ് എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിലാണ്. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് താന്നാൽ കുമിളിയിലെ ബോട്ടിംഗ് നടക്കില്ല. കുമിളിയിലെ ടൂറിസം വ്യവസായത്തിന് അത് ബാധകമാവും. ടൂറിസം വ്യവസായം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ 40 ലക്ഷം ആളുകളുടെ ജീവനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതുമായി താരതമ്യപ്പെടുത്തിയാൽ ടൂറിസം വ്യവസായം ഒന്നുമല്ല. മാത്രമല്ല, ഈ വെള്ളം അവർ പറയുന്ന നിലയ്ക്ക് ഉയർന്നു കഴിഞ്ഞാൽ 152 അടിയോ 152 അടി വരെയൊക്കെ ഉയർന്നു വന്നാൽ, തമിഴ്നാട് ആവശ്യം അതാണ്, 142 കഴിഞ്ഞ് ഉയർന്നു വന്നാൽ കേരളം കയ്യേറിയ കുറെ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ കുമിളി സിറ്റിയുടെയും പല ഭാഗങ്ങൾ ഇപ്പോൾ മുല്ലപ്പെരിയാറിന് അകത്താണ്. അത് പലതും മുങ്ങിപ്പോകും എന്നൊരു പ്രശ്നവും ഉണ്ട്. അത് അനധികൃതമാണ്. തമിഴ്നാടിന് പാട്ടത്തിനോട് സ്ഥലത്ത് കേരളത്തിലെ ആളുകൾ ഹോട്ടൽ പണിതാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ചുരുക്കത്തിൽ
മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇതാകെ മനുഷ്യരെ പേടിപ്പിച്ചുണ്ടാക്കേണ്ട ഒരു പരിഹാരമല്ല. അങ്ങനെ ഇപ്പൊ മുല്ലപ്പെരിയാർ ഉടനെ പൊട്ടിപ്പോകും എന്ന് പറയാനുള്ള ഒരു സാധ്യതയുമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ മുല്ലപ്പെരിയാർ ഒരു ഭീഷണിയാണ്. ശാശ്വതമായ ഒരു പരിഹാരം അതിന് വേണം. ആ പരിഹാരം എന്തായിരിക്കണം? ആ പരിഹാരം ഇപ്പോൾ രാഷ്ട്രീയമായി കേരളവും തമിഴ്നാടും വളരെ അടുത്ത രണ്ട് കക്ഷികളാണ് ഭരിക്കുന്നത്. ഒരേ മുന്നണിയിൽപ്പെട്ട ആളുകൾ. അവർ രണ്ടുപേരും കൂടി ചർച്ച ചെയ്യണം. മുല്ലപ്പെരിയാറിന്റെ ഭീഷണി കേരളത്തിന് എന്നേക്കുമായി ഒഴിവാക്കണം. തമിഴ്നാടിന് എന്നും വെള്ളം കിട്ടും എന്ന് ഉറപ്പാക്കണം. അതിൻ്റെ നേരത്തെ പറഞ്ഞ കരാറിന്റെ പ്രശ്നമുണ്ട്. പുതിയ ഡാം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പകരം ഈ പറഞ്ഞതുപോലെ തമിഴ്നാട് താഴെ സ്റ്റോറേജ് ഉണ്ടാക്കുകയും തമിഴ്നാടിന് ടണലിലൂടെ വെള്ളമെടുക്കുകയും ചെയ്യും. ചെറിയൊരു പ്രശ്നം അതിൽ വരാൻ സാധ്യതയുള്ളത്, തമിഴ്നാട് ഇപ്പോൾ കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ചില ഡാമുകളെ. അതൊന്നും വലിയ വിഷയമല്ല. കാരണം വെച്ചാൽ വൈകയിലൊക്കെ ഉണ്ടാക്കുന്ന വൈദ്യുതി വളരെ ചെറുതാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ നിരവധി വൈദ്യുതി കൊടുക്കൽ വാങ്ങലുകളുണ്ട്. കൽപ്പാക്കത്തു നിന്നും അതുപോലെ നെയ്വേലിയിൽ നിന്നും അതുപോലെ മറ്റിടങ്ങളിൽ നിന്നൊക്കെ ഗ്രിഡ് കൈമാറ്റമുണ്ട്. അതിന് ചെറിയൊരു വൈദ്യുതിയുടെ കാര്യത്തിൽ കേരളവും തമിഴ്നാടും തീരുമാനിച്ചാൽ, കേരളം കുമിളി ടൂറിസം വേണ്ട എന്ന് തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് മതി എന്ന് തീരുമാനിച്ചാൽ, തീർച്ചയായും മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്താൽ പരിഹാരമുണ്ടാകും. അല്ലാതെ നമ്മൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടും എന്നാണ് എൻ്റെ നിലപാട്. വളരെ ശാന്തതയോടെ ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കേരളവും തമിഴ്നാടും ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യണം. ആ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്.